ശരിക്കും ഈ വിജയത്തിന്റെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് സഹോദരങ്ങളുടെ കൂട്ടായ്മയാണ്. ഇന്ന് നമുക്ക് മറ്റുള്ളവർക്ക് മാതൃകയാക്കി കൊടുക്കേണ്ട സഹോദര ബന്ധങ്ങൾക്ക് വാല്യൂ ഇല്ലാത്ത ഈ കാലഘട്ടത്തിൽ ശരിക്കും ആ കൂട്ടായ്മ ഇന്ന് ഫാത്തിമ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ വളർച്ചയ്ക്ക് ഒരു പ്രധാന ഘടകമായിട്ട് മാറിയിരിക്കും. തീർച്ചയായിട്ടും. കാരണം അറിയാലോ, ഒരു വ്യക്തിക്ക് കൺട്രോൾ ചെയ്യാവുന്ന അതിൻ്റെതായ പരിമിതികളുണ്ട്. ആ സമയത്ത് ബിസിനസ്സുകൾ തുടങ്ങുക എന്നുള്ളതല്ല, അത് നല്ല നിലയിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് പ്രയാസകരമായിട്ടുള്ള ഒരു അവസ്ഥ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇപ്പം 5 പേരുണ്ട്, 6 പേരാണ്. ഒരു ബ്രദർ മരണപ്പെട്ടു, ബാക്കി 5 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ 5 പേരും ഡിഫറെൻറ്റ് ഡിവിഷനുകളിലാണ് നോക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളുടെ ഈ ഐക്യം കണ്ടിട്ട് മക്കളും ഇപ്പോൾ ബ്രദേഴ്സിൻ്റെ മക്കളൊക്കെ ബിസിനസ് നമ്മളുടെ ഈ കമ്പനിയിൽ ഞങ്ങളായിട്ട് സഹകരിച്ച് നിൽക്കുന്നുണ്ട്. അവരെല്ലാം ഈ ഒരു പാത കണ്ടുകൊണ്ടാണ് വരുന്നത്. ശരിക്കും എത്ര നമ്മൾ ഉയരത്തിൽ മനുഷ്യൻ എത്തിച്ചേർന്നാലും അവരുടെ സ്വഭാവ മഹിമ, അവരുടെ വിനയം, ലളിതമായ ജീവിതശൈലി എപ്പോഴും ഈ സഹോദരങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഫാത്തിമ ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ബ്രദേഴ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മറ്റുള്ളവർ കാരണം വിനയവും ലളിതമായ ജീവിതശൈലിയും നമ്മളെ പഠിപ്പിച്ചതാണ്. നമ്മളെ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുമ്പോൾ അത് എത്ര ഉയരങ്ങളിൽ നിൽക്കുമ്പോഴും നമ്മൾ താഴെ വന്നു നിന്ന് നമ്മളത് മറ്റുള്ളവർക്ക് മാതൃകയാക്കി കൊടുക്കുന്നു എന്നുള്ളത് എത്രത്തോളമാണ് അത് എങ്ങനെയാണ് അത്? അല്ല, തീർച്ചയായിട്ടും അത് നമുക്കറിയാലോ. കാരണം ഒന്നും നമ്മൾ സ്വയം നമുക്കൊന്നും കിട്ടിയതല്ല. ഇപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ സ്വയം അതിൽ അഭിമാനം കൊണ്ട് നമ്മൾ ഒരുപാട് അഹങ്കരിച്ച് നടക്കുമ്പോൾ അതേ ദൈവത്തിന് ഒരു സെക്കൻഡ് കൊണ്ട് നമ്മളെ തയ്യാറാക്കാനും കഴിയാൻ നമുക്കെല്ലാവരും അപ്പോൾ ചിന്തിക്കാവുന്നതാണ്. മാത്രമല്ല, നമ്മൾ വിനയം ആണ് ഒരു വിജയത്തിൻ്റെ പ്രധാന ഘടകം. അതൊരു പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്നത് വളരെ പെട്ടെന്നായിരിക്കില്ല, കാരണം പാരമ്പര്യമായി. തീർച്ചയായിട്ടും. കാരണം ഞാൻ അവിടെയാണ് വാപ്പയുടെ ഒരു പ്രസക്തി വരുന്നത്. കാരണം ഉപ്പ എന്ന് പറയുന്നത് ഈ മരിക്കുന്ന കാലം വരും ആ പ്രദേശത്തുള്ളവർക്ക് എല്ലാവർക്കും വളരെ കാരണം ഉപ്പാടെ നിലപാട് അങ്ങനെയായിരുന്നു. ഒരാളുമായിട്ട് അങ്ങനെ ഒരു വഴക്കിന് പോയി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങൾക്കോ ഒരു മോശമായിട്ടൊരു ഭാഷ പോലും ഇപ്പോൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ അത് അവിടെയുള്ള എല്ലാവർക്കും അതൊരു വലിയൊരു കാര്യമായിട്ട് അവരെടുത്ത് പറയാറുണ്ട്. കാരണം ഉപ്പാടെ എളിമത്തത്തോടുള്ള പെരുമാറ്റവും അതുപോലെ തന്നെ എല്ലാവരുമായിട്ടുള്ള സഹകരണവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളറിയാതെ നമ്മളിലോട്ട് വന്ന് ചേരുന്നൊരു സംഭവമാണ്. ഒരു മനുഷ്യനെ ഏറ്റവും വലിയ നന്മയിലേക്ക് നമ്മളെ നയിക്കുന്നത് ദൈവാനുഗ്രഹവും ദൈവവിശ്വാസവുമാണ്. എത്രത്തോളമാണ് ദൈവവിശ്വാസം? തീർച്ചയായിട്ടും നമുക്കുണ്ട്. കാരണം നമ്മളതിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യമാണ്. അത് നമ്മളിപ്പം എന്ത് തിരക്കാണെങ്കിൽ ശരി, നമുക്ക് ആ ഒരു കൃത്യനിർവഹണത്തിൽ നമ്മൾ വളരെ ശ്രദ്ധ പുലർത്താറുണ്ട്. വല്ലപ്പോഴൊക്കെ നമുക്ക് ചില സാഹചര്യം കൊണ്ട് നമ്മൾ ആ ടൈം ടു ടൈം നമസ്കാരമൊക്കെ ആണെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ പോലും പിന്നീട് അത് ഫ്രീ ആകുമ്പോൾ ആ വിശ്വാസം നമ്മളെ ഒരു പക്ഷേ ആ സ്പിരിച്വാലിറ്റി നമുക്ക് കിട്ടിയ കുടുംബത്തിൽ നിന്നാണ്. തീർച്ചയായിട്ടും നമ്മുടെ മാതാവ്. അതെ, മാതാവിൻ്റെ ഉപദേശവും അവരുടെ പ്രവൃത്തിയും അത് തന്നെയാണ് നമ്മൾക്കുണ്ടായൊരു പ്രചോദനം. ഇങ്ങനെ നമ്മളൊരു ഏറ്റവും വലിയൊരു സക്സസ്സിലേക്ക് എത്തുമ്പോഴും നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും അവരുടെ അനുഗ്രഹവുമാണ് നമ്മൾ ശരിക്കും നമ്മൾ ഉയരങ്ങളിലേക്ക് എത്തുന്ന അവർ നമ്മളെ പഠിപ്പിച്ച ജീവിതശൈലി. അതാണ് അത് ഒരുപാട് എവിടെ ചെന്നാലും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, മറക്കാനും പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ഓർക്കാൻ പറ്റുന്നതാണ് ഗുരുക്കന്മാർ. ഗുരുക്കന്മാര് നമുക്ക് അവരെയൊക്കെ ഓർത്തുകൊണ്ടാണ് ഈ എപ്പിസോഡ് പോകേണ്ടത്. അതെ, തീർച്ചയായിട്ടും. അതെ, ഗുരുക്കന്മാരെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരെ ബഹുമാനിച്ച് അവർ പറഞ്ഞു തരുന്ന ആ അറിവുകൾ നമ്മൾ ശിരസ വഹിച്ചു അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിലൂടെയുള്ള ഒരു ജീവിതം, അതാണ് സത്യത്തിൽ ഗുരു മാതാപിത ആ ഒരു ദൈവം ആ ഒരു തത്വശാസ്ത്രം തീർച്ചയായും ശരിയാണ്.
ഈ ഒരു യാത്രകൾ മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയമുണ്ട്. അത് ഒരുപാട് അറിവ് തരുന്നു. കാരണം നമ്മളെ യാത്രകളിലൂടെ പലതും നമുക്ക് പഠിക്കുവാൻ. തീർച്ചയായിട്ടും എത്രത്തോളമാണ് യാത്രകൾ? ഞാൻ യാത്ര ഒരുപാട്, കാരണം എന്ന് വെച്ചാൽ ഞാൻ ഹാൻഡിൽ ചെയ്തിരുന്നത് കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് ഇമ്പോർട്ട് ഡിവിഷനാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ഞാൻ വിദേശ യാത്രകളിൽ പോകാറുണ്ട്. ഇപ്പോഴും ഞാൻ പോകേണ്ടി വരുന്നതാണ്. കാരണം ഇപ്പോൾ ഞങ്ങൾ കുറേ പ്രോഡക്റ്റുകൾ ഞങ്ങൾ സ്വന്തമായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മാനുഫാക്ചർ ചെയ്യുന്നതൊക്കെ മറ്റേ വിദേശ രാഷ്ട്രങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോകേണ്ടിയിരിക്കുന്നു. ഞാൻ യൂറോപ്പിൽ പല സ്ഥലങ്ങളിലും, അതുപോലെ സൗത്ത് അമേരിക്ക. പക്ഷെ അവിടെയൊക്കെ നമ്മുടെ യാത്രകൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെ സംസ്കാരം. കാരണം നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചൈനയിൽ പോയി. അപ്പോൾ ചൈനക്കാരുടെ ആ രീതി, അവർ ആൾക്കാരെ സ്വാഗതം ചെയ്യുന്നതും, അതുപോലെ ആൾക്കാരുമായിട്ടുള്ള അവർ തരുന്ന ആ ഒരു സ്വീകരണ രീതിയും, അതുപോലെ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം ഒക്കെ വ്യത്യാസമാണ്. അതേപോലെയല്ല ഇപ്പോൾ യൂറോപ്പിൽ പോകുമ്പോൾ, യൂറോപ്പിൽ നമ്മളിപ്പോൾ ഡെൻമാർക്കിലോ അല്ലെങ്കിൽ ഫ്രാൻസിലൊക്കെ പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ജനങ്ങളുടെ ഒരു സംസ്കാരം, ഭാഷയും, അതുപോലെ അവരുടെ ഭക്ഷണ രീതിയും പെരുമാറ്റവും എല്ലാം ഒക്കെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. ശരിക്കും ഈ നാടും ഈ രാജ്യവും നമുക്ക് ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് കടപ്പാടുകളുണ്ട് ഓരോ മലയാളികൾക്കും. നമ്മളെ ഇന്ന് ഈ ഒരു പൊസിഷനിൽ എത്തിക്കുവാൻ സഹായിച്ചത് ഈ നാടാണ്. ഈ നാട് കൊണ്ട് നമ്മൾ മാത്രമല്ല, നമ്മുടെ നാട്ടുകാരെ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, നമ്മുടെ രാജ്യത്തെ നമുക്ക് സഹായിക്കാൻ കഴിയുന്നു. അതിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്നു. തീർച്ചയായിട്ടും അതെ. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വളരെയധികം പ്രധാനമായ പങ്കുവഹിക്കുന്നത് ഗൾഫ് മലയാളികളാണ്. അതാണ് അത് ഇവിടുത്തെ ഈ ഭരണാധികാരികളുടെ വിശാലമായ മനസ്സാണ് അതിനൊരു പ്രധാന കാരണം. കാരണം ഇവിടെ നമ്മൾക്ക് ഇത്ര കാശ് ഇവിടുന്ന് അയക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര ഇവിടെ സ്പെൻഡ് ചെയ്യണം, അങ്ങനെ ഒരു നിബന്ധനകളും ഇവിടെയില്ല. ഇവിടെ നിന്ന് നമ്മൾക്ക് ആകെ ഒരു കാര്യം മാത്രം ചെയ്യുന്നത് മാത്രം സത്യസന്ധമായിട്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. സത്യസന്ധമായി പെരുമാറുക, ആ വിശ്വാസത നിലനിർത്തിയോ, അതാണ് ഇവിടെ ആകെ നമ്മൾ പാലിക്കേണ്ട ഒരു നിബന്ധന. അതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ വളരെയധികം അത്യാവശ്യമായി. ലോകത്ത് എവിടെ ചെന്നാലും, അത് ഇവിടെ മാത്രമല്ല ലോകത്ത് എവിടെ ചെന്നാലും ഉണ്ടെങ്കിൽ അവന് വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും.